ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുന്ദരിയെ കാണാത്തതിൻ്റെ പേരിൽ കൃഷ്ണനും മാലിനിയും ശ്രീദേവിയും അച്ചമ്മയും ഒക്കെ ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താണ് ഇപ്പോൾ ചെയ്യുക, എവിടെയാവും ഇപ്പോൾ സുന്ദരി ഉണ്ടാവുക എന്നുള്ള ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ എന്ത് ചെയ്യണം, ആരോട് പറയണം, എന്തായാലും വിനീത് വരട്ടെ, വിനീത് വന്നതിൻ്റെ ശേഷം സുന്ദരിയെ പോയി എവിടെയെങ്കിലും ഒന്ന് അന്വേഷിച്ച് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയത്ത് മാലിനിയുടെ ഫോണിലേക്ക് മല്ലിക വിളിക്കാൻ കേട്ടോ. എന്നിട്ട് എത്ര നേരമായി ഞാൻ വിളിക്കൽ തുടങ്ങിയിട്ട് എന്താ ആരും ഫോൺ എടുക്കാത്ത, ഞാൻ സുന്ദരിയെ വിളിച്ചിരുന്നു, സുന്ദരിയുടെ ഫോണിലും ഒന്നും തന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എവിടെ സുന്ദരി എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. മല്ലികാമ്മ എന്താ പറയുന്നത്, ആരെക്കുറിച്ചാണ് പറയുന്നത്, ഞാൻ നിൻ്റെ ചേച്ചിയുടെ ഏത് ചേച്ചി, നീ ആരെയൊക്കെയാണ് ചേച്ചി എന്ന് വിളിക്കാറ്, നീ നിൻ്റെ അമ്മയെ ചേച്ചി എന്നാണോ വിളിക്കാറ്? അല്ല, ഞാൻ സുന്ദരി ചേച്ചിയാണ് വിളിക്കാറുള്ളത്. അപ്പം അവളെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്, അവളെ ഫോണിലേക്ക് ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് പതറിങ്ങോണ്ട് തന്നെ മാലിനി പറയണം, അത് ആ വല്യമ്മ, അത് ചിലപ്പോൾ റേഞ്ച് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടാവും, അതായിരിക്കും എന്ന് പറയുമ്പോൾ എന്തായാലും നീ പോയിട്ട് സുന്ദരിക്ക് ആ ഫോണൊന്ന് കൊടുത്തേ എന്ന് പറയും. അതിന് സുന്ദരി ചേച്ചി ഇവിടെ ഇല്ല വല്യമ്മ എന്ന് പറയുമ്പോൾ എവിടെ പോയി? സുന്ദരി ചേച്ചി ഇപ്പോൾ എവിടെ പോവാനാ, വൈഗ മാഡത്തിൻ്റെ വീട്ടിലുണ്ടാവും, അവിടെ എന്തിനാ ഇപ്പോഴും അവിടേക്ക് പോകുന്നത്, അവിടെ ഇപ്പോഴും കയറി ഇറങ്ങലൊന്നും അവളെ നിർത്തിയില്ലേ, എന്തിനാ ഇപ്പോൾ അവിടേക്ക് പോകുന്നത് എന്നങ്ങ് പറയുമ്പോൾ അത് വൈഗ മാഡം പ്രസവിച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് വൈഗ പ്രസവിച്ചോ, അതെ, പെൺകുഞ്ഞിനെ ഞാൻ ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നൊന്നും ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ, വൈഗ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം എന്നോട് പറയാൻ വേണ്ടി ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ, നീ അത് ചെയ്തില്ലല്ലോ, സുന്ദരി പോലും എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞില്ല, ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളത് ഒരേ ഒരു കാര്യമാണ്, വൈഗ പ്രസവിച്ച് കഴിയുന്നത് വരെ മാത്രമാണ് കാർത്തികും സുന്ദരിയെ കല്യാണം കഴിച്ച വിവരം ഞാൻ മറച്ചു വെക്കുമെന്ന് മാത്രമേ ഞാൻ സുന്ദരിക്ക് വാക്ക് കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇനി ഞാൻ പോയി പറയും, വൈഗയുടെ പ്രസവം കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി കാർത്തികിൻ്റെ മുഖം മൂടി ഞാൻ വലിച്ചു കീറി കൊടുക്കും, എന്നിട്ട് സത്യം പറയും എന്നങ്ങ് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് തന്നെ മല്ലിക ഫോൺ അങ്ങ് വെക്കണം കേട്ടോ. അപ്പോൾ മാലിനി ഇപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് മല്ലികാമ്മ എനിക്കൊരു കാര്യം പറയാണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേഷ്യം പിടിച്ച് ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്തൊന്നും അതുകൊണ്ടാണ് ഞാൻ ഇതുവരെയും വൈഗ മാഡം പ്രസവിച്ച കാര്യം പറയാഞ്ഞത് എന്നൊക്കെ മല്ലികയോട് മാലിനി പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ അതൊന്നും കേൾക്കാൻ കൂട്ടാകാതെ തന്നെ മല്ലിക ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. മല്ലികാമ്മ നല്ല ദേഷ്യത്തിലാണ്, സുന്ദരി ചേച്ചിയെ കാണാനില്ല എന്നൊക്കെ എങ്ങനെ പറയും എന്നുള്ള ആ ഒരു ടെൻഷനിൽ മാലിനി അവിടെ ഇങ്ങനെ നിൽക്കാവും. പിന്നീട് ശ്രീകാന്ത് ഡോക്ടർ ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് തന്നെ അവിടെ ഇരിക്കാവും കേട്ടോ. വൈഗേനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ട് ഇങ്ങനെ സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താവും അവിടേക്ക് ആരോടും തന്നെ ഒന്നും പറയാതെ ബെല്ലടിക്കുക പോലും ചെയ്യാതെ തന്നെ നേരെ അങ്ങ് കാർത്തിക് അങ്ങ് കയറി വരികയാണ് കേട്ടോ. കാർത്തികിനെ കണ്ടതോട് എന്ത് വേണം എന്നങ്ങ് എനിക്ക് എൻ്റെ വൈഗയും കുഞ്ഞിനെയും കാണണം എന്നങ്ങ് പറയുമ്പോൾ ശ്രീകാന്ത് പറയും, ഇവിടെ ഇല്ലല്ലോ ഡോക്ടർ, നീ അങ്ങനെ നുണ പറയുകയൊന്നും വേണ്ട, നീ നേരത്തെ ഞാൻ വന്നപ്പോഴും വൈഗയും കുഞ്ഞും ഇവിടെ ഇല്ല എന്നാ പറഞ്ഞത്, എന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴും അവിടെ ഉണ്ടാവും, അതുകൊണ്ട് മര്യാദക്ക് നീ ഇറക്കി വിട്ടോ എന്നങ്ങ് പറയും. ഇവിടെ ഇല്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് എന്നങ്ങ് പറയട്ടോ, നീ എന്നോട് ഇനി കള്ളം പറയാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന വൈഗ എഴുതിയ ആ ഒരു കത്ത് അങ്ങ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അത് വായിച്ചിട്ട് കാർത്തിക് തന്നെ അങ്ങ് ചിരിച്ചുകൊണ്ട് പറയാണ്, നീ എന്താ എന്നെ പൊട്ടനാക്കുക എന്ന് കരുതിയോ, ഞാനൊരു പൊട്ടനൊന്നുമല്ല, നിനക്ക് ഇത്രയ്ക്കധികം പഠിപ്പൊക്കെ ഉണ്ടല്ലോ, എന്നിട്ടാണോ നീ എനിക്ക് ഈ കത്ത് കാണിച്ചു തരുന്നത്, എൻ്റെ വൈഗ ഒരിക്കലും ആത്മഹത്യ ചെയ്യും, നീയും നിൻ്റെ സുന്ദരിയും വൈദേഹിയും അമ്മയും കൂടി ചേർന്നിട്ട് ഒരുക്കിയ നാടകമായിരിക്കുമല്ലേ, എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഞാനത് വിശ്വസിക്കില്ല, എൻ്റെ വൈഗ ഇവിടെ തന്നെ ഉണ്ടാവും എന്നങ്ങ് പറഞ്ഞിട്ട് കാർത്തിക് അങ്ങ് അകത്തേക്ക് കയറിപ്പോവാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ശ്രീ അങ്ങ് തടയാണ്, നിന്നോടാ പറഞ്ഞത് അകത്തില്ല എന്നുള്ളത് പറഞ്ഞ് നീ എന്നെ തടയാൻ നിൽക്കണ്ട എന്നും കണ്ട് ശ്രീ അങ്ങ് മാറ്റി നിർത്തിയിട്ട് അവിടെയൊക്കെ അങ്ങ് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് കാർത്തിക് വീണ്ടും അങ്ങ് വന്നിട്ട് നീ എവിടേക്കാടാ എൻ്റെ വൈഗയെ മാറ്റിയത്, അങ്ങനെ നിന്നോടല്ലേ കാർത്തിക് പറഞ്ഞത് ഇവിടെ വൈഗ ഇല്ല, വൈഗയും കുഞ്ഞും ഇവിടെ ഇല്ല, പിന്നെ നീ എവിടേക്കാടാ മാറ്റിയത്, ഇപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ളത് ഞാൻ വിശ്വസിച്ചു, പക്ഷേ നിങ്ങൾ 3 പേരും കൂടി ചേർന്ന് തന്നെയാണ് വൈഗയെ എന്നിൽ നിന്നും മാറ്റിയിട്ടുള്ളത്, അത് ഒന്നാമത്തെ ബുദ്ധി ആ സുന്ദരിയുടെ ഓതാവും, രണ്ടാമത്തെ വൈഗ മാഡത്തിൻ്റെയും, മൂന്നാമതാവും നീയും, നിങ്ങളെ കൊണ്ടൊക്കെ എൻ്റെ വൈഗയെ എൻ്റെ കാൽ ചുവട്ടിൽ കൊണ്ടുവരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം,
ഞാനൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് എൻ്റെ വൈകിയെ കൊണ്ടുവന്നേ മതിയാവും. സുന്ദരിയെ ഞാൻ കാണിച്ചു കൊടുക്കാം. എനിക്കറിയാം എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക് ഒന്ന് വെല്ലുവിളിച്ച പോലെയാണ് കേട്ടോ ഡോക്ടറോട് പറയുന്നത്. അങ്ങനെ കാർത്തിക് അവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോവാണ്. കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് തന്നെ നിങ്ങളെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചു തരാം. ഞാനൊരു പദ്ധതി കണ്ടിട്ടുണ്ട്. എൻ്റെ വൈകിയെയും കുഞ്ഞിനെ എൻ്റെ അടുത്ത് തന്നെ നിങ്ങളെ കൊണ്ടുവരിപ്പിക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രീ അങ്ങ് ഫോൺ വിളിക്കാൻ കേട്ടോ. വൈദേഹി മാഡത്തിന് വിളിച്ചിട്ട് പറയാണ് കാർത്തിക് ഇവിടെ വന്നിരുന്നു, കുഞ്ഞിനെയും വൈകിയെയും ചോദിച്ചിട്ട് എന്നങ്ങ് പറയുമ്പോൾ ആദ്യം ഫോൺ റിങ് ചെയ്യുമ്പോൾ ആ ഒരു ഫോണ് കോള് വരുന്നത് വൈകിയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ വൈകി പറയുന്നുണ്ട് ശ്രീയാണ് അമ്മയെ വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ അപ്പോഴാവും കേട്ടോ വൈദേഹി വന്ന് ഫോൺ എടുക്കുന്നത്. അങ്ങനെ കാർത്തിക് അവിടെ വന്ന് കാർത്തിക് എന്തിനാ അവിടെ വന്നു എന്ന് കേൾക്കുമ്പോൾ വൈകി തന്നെ അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. വൈകിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നൊക്കെ ഉണ്ട് കാർത്തികിൻ്റെ ആ ഒരു പേര് കേൾക്കുമ്പോഴത്തേന് തന്നെ. അപ്പോൾ എന്ത് പറഞ്ഞു എന്നിട്ട് അവിടെ വൈകിയും കുഞ്ഞും ഇവിടെ ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് അവൻ വിശ്വസിച്ചില്ല. ഇവിടെയൊക്കെ ഒന്ന് തെരഞ്ഞു നോക്കി. പക്ഷേ പിന്നീട് അവൻ പോകുന്ന സമയത്ത് ഒരു ഭീഷണി സ്വരമുണ്ടായിരുന്നു. അവൻ സുന്ദരിയെ എന്തോ ചെയ്യുമെന്നാണ് അവൻ്റെ ആ ഒരു പറച്ചിലിൽ എനിക്ക് തോന്നിയത് എന്നങ്ങ് പറയുമ്പോൾ വൈദേഹി പറയണ ആ സുന്ദരി ഇതുവരെയും വീട്ടിലെത്തിയിട്ടില്ല. അപ്പോൾ സുന്ദരിയെ അവൻ കടത്തി കൊണ്ടുപോയതായിരിക്കുമോ എന്നങ്ങ് എന്നാൽ എത്രയും പെട്ടെന്ന് കൃഷ്ണമാമയെ വിളിച്ച് കാര്യം പറയണം. കാരണം സുന്ദരിക്ക് എന്തോ ആപത്ത് വരുത്താനാണ് അവൻ്റെ ഉദ്ദേശം. എന്നിട്ട് വൈകിയെയും കുഞ്ഞിനെയും അവൻ്റെ കാൽ ചുവട്ടിൽ എത്തിക്കണം എന്നൊക്കെയാണ് പറയുന്നത് എന്നങ്ങ് പറയട്ടെ. അപ്പോൾ വൈദേഹി ചോദിക്കുകയാണ് വൈകിയും കുഞ്ഞും ഇവിടെ ഉള്ള കാര്യം നീ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീ പറയണ ഇല്ല, ഞാൻ അക്കാര്യം പറഞ്ഞിട്ടില്ല. നീ നന്നായുള്ളൂ അത് പറയാതിരുന്നത്. അങ്ങനെ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ ആ രാത്രിക്ക് രാത്രി അവൻ ഇവിടേക്ക് ഇപ്പോൾ എത്തിയിരുന്നേനെ എന്നങ്ങ് പറയട്ടെ. അതൊക്കെ കേൾക്കുമ്പോഴൊക്കെ വൈകിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുന്ദരി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. സുന്ദരിയെ അവൻ എന്തെങ്കിലും അപായപ്പെടുത്തിയിട്ടുണ്ടാകുമോ എന്ന് എനിക്ക് പേടി തോന്നുന്നു ശ്രീ എന്നൊക്കെ പറയുമ്പോഴാവും വൈകിക്ക് ഇങ്ങനെ ഒരു ടെൻഷൻ വരികയാണ് കേട്ടോ. സുന്ദരിയെ അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ആ ഒരു ടെൻഷൻ വരികയാണ് കേട്ടോ. അപ്പോൾ വൈഗ ശ്രീയോട് പറയുന്നുണ്ട് അവൻ എന്തും ചെയ്യാൻ മടിക്കില്ല. അവൻ ഒരു പക്ഷേ സുന്ദരിയെ കൊല്ലാൻ പോലും അവന് മടിക്കില്ല. അത്രയ്ക്ക് വൃത്തികെട്ടവനാണ് അവൻ. അവനെ ജയിലിലാക്കുന്നത് വരെ സുന്ദരിയെ ഒരു അപകടം വരുത്താതെ തന്നെ അവളെ നോക്കണം എന്നൊക്കെ പറയും. എന്തായാലും ഞാൻ കൃഷ്ണനെ ഒന്ന് വിളിക്കട്ടെ എന്നും പണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ വൈകിയോട് പറയണേ നീ കിടന്നോ മോളെ, കുഞ്ഞിനെയും നോക്കിക്കോ, ഞാനിതാ ഇപ്പോൾ വരാം എന്നങ്ങ് പറയട്ടോ. അപ്പോൾ വൈകിക്ക് സുന്ദരിയുടെ കാര്യങ്ങൾ ചോദിച്ചറിയണം എന്നുള്ള ആ ഒരു ടെൻഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വൈഗ മേഡം അതൊന്നും ശ്രദ്ധിക്കുന്നതേ ഇല്ല കേട്ടോ. കാരണം വൈഗ അത്രയ്ക്കധികം ദേഷ്യത്തോട് കൂടിയിട്ടാണ് സുന്ദരിയെക്കുറിച്ച് പറഞ്ഞതും സുന്ദരിയുടെ ഒരു കാര്യം പോലും എന്നോട് പറയരുത് എന്നുള്ളതും സുന്ദരിക്ക് എന്ത് സംഭവിച്ചാലും അതെനിക്കൊരു പ്രശ്നമല്ല എന്നുള്ള കാര്യമൊക്കെ വൈദേഹിയോട് പറയുന്നത് ആ ഒരു കാരണത്താലാവട്ടോ സുന്ദരിയെക്കുറിച്ച് ഒന്നും തന്നെ പറയാതെ വൈദേഹി നേരെ അങ്ങ് പോവാണ് കേട്ടോ കൃഷ്ണനെ ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് കൃഷ്ണനാണെങ്കിലോ വിനീതിനെ കാത്തും കൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം മാലിനി അവിടേക്ക് അങ്ങ് വരികയാണ്. അച്ഛാ എന്താ ഇനി സുന്ദരി ചേച്ചിയെ എത്രയും പെട്ടെന്ന് ഒന്ന് കണ്ടെത്തണ്ടേ, സുന്ദരി ചേച്ചി എവിടെയാവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുന്ദരി എന്തായാലും നാട് വിടില്ലല്ലോ മോളെ, സുന്ദരി എവിടെയെങ്കിലും ഉണ്ടാവും, എന്തായാലും എല്ലാ ബസ് സ്റ്റോപ്പിലും എല്ലായിടത്തും ഒന്ന് പോയി അന്വേഷിക്കണം, വിനീത് വരട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ കാത്തിരിക്കുക കേട്ടോ. എന്തായാലും ഒരു അച്ഛനോട് ഒരു കാര്യം പറയേണ്ട, ഇതുവരെ ഞാനത് പറഞ്ഞിട്ടില്ല, അച്ഛൻ അറിയാത്തൊരു കാര്യം. എന്താ മോളെ, നിങ്ങളെല്ലാവരും ഇവിടുന്ന് പോയ കാർത്തിക് അങ്കിൾ ഇവിടേക്ക് വന്നിരുന്നു എന്ന് പറയുമ്പോൾ എന്തിന് നീ അവനെ അകത്ത് കയറ്റി, ഞങ്ങൾ കയറ്റിയതല്ല, ഇവിടേക്ക് കയറിയിരുന്നതാണ്. എന്നിട്ട് നല്ല സൗമ്യത്തോട് കൂടിയിട്ടാണ് ആദ്യമൊക്കെ സംസാരിച്ചത്. വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞു, അതൊക്കെ എടുത്തു കൊടുത്തു. പെട്ടെന്ന് തന്നെ മുഖഭാവം അങ്ങ് മാറിയിട്ട് സുന്ദരി എവിടെയെന്നങ്ങ് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് അയാൾ അങ്ങ് വിശ്വസിക്കാതെ ഒരുപാട് അങ്ങ് ഉപദ്രവിക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോഴത്തേക്കും അച്ചമ്മയാണ് പിന്നെ ഇവിടുന്ന് ആട്ടി ഇറക്കിയതും കത്തി ഉപയോഗിക്കലും ഒക്കെ ചെയ്തത്. അച്ചമ്മയുടെ ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ആകെ അന്തം വിട്ടു. അങ്ങനെ അച്ചമ്മ ശരിക്കും അങ്കിളിനെ അങ്ങ് കൊല്ലുമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത്. കാരണം അത്രയ്ക്കധികം ദേഷ്യമുണ്ടായി അച്ചമ്മ കാരനാണ്. എന്നിട്ട് ജീവനും കൊണ്ട് കാർത്തിക് അങ്കിൾ ഇവിടുന്ന് അങ്ങ് പോവുകയാണ് ചെയ്തത് എന്നങ്ങ് പറട്ടോ. അവനെ ഞാൻ വെച്ചേക്കില്ല, അവനെ ഞാൻ വെറുതെ വിടുകയുമില്ല. അപ്പോൾ എനിക്ക് അതൊക്കെ കാണുമ്പോൾ സുന്ദരി ചേച്ചിക്ക് വല്ലതും അപകടവും വരുത്തിയിട്ടുണ്ടാവോ, കാർത്തിക് അങ്കിളുടെ കസ്റ്റഡിയിലാവുമോ എന്നങ്ങ് ചോദിക്കുമ്പോൾ കൃഷ്ണൻ തന്നെ ഒരു സംശയം
സംശയം വരികയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കൃഷ്ണൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അപ്പോൾ മാലിനിയോട് പറയാണ്, അവനാണ്, ആ കാർത്തികാണ് ഫോൺ വിളിക്കുന്നത് എന്നങ്ങ് പറയട്ടെ. അപ്പോൾ കാർത്തിക്, ഹലോ, എന്താടാ, എന്തിനാടാ നീ എനിക്ക് വിളിച്ചത്? നിന്നെ ഞാൻ കാണിച്ചു തരാം, നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ എന്നങ്ങ് പറയുമ്പോൾ ഭീഷണി സ്വരത്തിൽ തന്നെ കാർത്തിക് പറയണേ, എനിക്കറിയാലോ കൃഷ്ണൻ ആരാണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാലോ. എന്തായാലും എൻ്റെ വൈകിയെയും എൻ്റെ കുഞ്ഞിനെയും എൻ്റെ കാൽ ചുവട്ടിൽ എത്തിക്കാതെ നിങ്ങളുടെ സുന്ദരിയെ ഞാൻ വിട്ടുതരില്ല. അപ്പോൾ എൻ്റെ സുന്ദരിയെ നീയാണോ കസ്റ്റഡിയിൽ വെച്ച്? അതെ, നിങ്ങളുടെ സുന്ദരിയെ വിട്ട് കിട്ടണമെങ്കിൽ ആദ്യം വൈകിയെയും കുഞ്ഞിനെയും എൻ്റെ കാൽ ചുവട്ടിൽ കൊണ്ടുവരണം. അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ സുന്ദരിയെ നിങ്ങൾക്ക് കിട്ടില്ല. ഇത് കാർത്തികാണ് പറയുന്നത് എന്നൊക്കെ പണ്ട് നല്ല ഭീഷണി സ്വരത്തിൽ തന്നെ കൃഷ്ണനോട് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ കൃഷ്ണൻ പറയാണ്, വൈകിയും കുഞ്ഞും നിൻ്റെ കാൽ ചുവട്ടിൽ എത്തണമെന്നോ? അത് നടന്നത് തന്നെ. എൻ്റെ സുന്ദരിയുടെ ദേഹത്തെങ്ങാനും ഒരു പോറൽ വീണിട്ടുണ്ടെങ്കിൽ നിൻ്റെ നെഞ്ചും കൂടി ഞാൻ പിളർന്നിരിക്കും. ഇനി കൃഷ്ണൻ്റെ കത്തിയുടെ മൊന ഒരിക്കലും പഴക്കില്ലടാ എന്നങ്ങ് പറയുമ്പോൾ, നിനക്കറിയാവുന്നതല്ലേ ഈ കൃഷ്ണൻ ആരാണെന്ന് എന്നങ്ങ് പറയുമ്പോൾ കാർത്തിക് പറയും, എനിക്കറിയാം. പുല്ലാറ്റിൻകരയിലെ കൃഷ്ണൻ ആരാണെന്നുള്ളതും കൃഷ്ണൻ്റെ തൻ്റെ ഇടം എന്താണെന്നുള്ളതും ഈ കാർത്തിക് നേരിട്ട് കണ്ടതല്ലേ എന്നങ്ങ് കാർത്തികും കൂടി പറയാൻ കേട്ടോ കൃഷ്ണനോട്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർത്തു വെച്ചോ, എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും എൻ്റെ പക്കൽ എപ്പോൾ എത്തിയിട്ടുണ്ടോ അപ്പോൾ നിങ്ങളുടെ സുന്ദരി നിങ്ങളുടെ വീട്ടിലും എത്തിയിരിക്കും എന്നങ്ങ് പറഞ്ഞിട്ട് കാർത്തിക് ഫോൺ അങ്ങ് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്നും കൃഷ്ണ ഹലോ ഹലോ എന്നൊക്കെ പറഞ്ഞ് കുറേ വിളിക്കുന്നുണ്ടെങ്കിലും കാർത്തിക് ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് കാർത്തിക് അവിടെ ഇരിക്കുന്ന വെള്ളത്തിലെ കുപ്പി അങ്ങ് എടുത്തിട്ട് ആ കുപ്പി തലയിലൂടെ അങ്ങ് ഒഴിക്കാൻ കേട്ടോ. ഈ കാർത്തിക് ആരാണെന്നുള്ളത് നിങ്ങളെല്ലാവരും കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ള ഭാവത്തിൽ ദേഷ്യം പിടിച്ചിട്ട് തന്നെ കാർത്തിക് ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെ കൊണ്ടു തന്നെ വൈകിയെയും കുഞ്ഞിനെയും എൻ്റെ അടുത്ത് ഞാൻ എത്തിച്ചിരിക്കും എന്നുള്ള ആ ഒരു ഭാവത്തിൽ അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം രാവിലെ മല്ലിക വൈകിയെയും കുഞ്ഞിനെയും കാണാൻ വേണ്ടിയിട്ട് വൈദേഹിയുടെ വീട്ടിലേക്ക് അങ്ങ് വരികയാണ് കേട്ടോ. അപ്പോൾ സെക്യൂരിറ്റി മല്ലികയെ അങ്ങ് തടയാണ്. അപ്പോൾ മല്ലിക സെക്യൂരിറ്റിയോട് നന്നായിട്ട് തന്നെ ചൂടാവുന്നുണ്ട്, മര്യാദയ്ക്ക് നീ മാറി നിന്നോ, എനിക്ക് അകത്തേക്ക് കയറിയേ പറ്റൂ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് സംസാരിച്ച് ചൂടായിട്ട് തന്നെ അകത്തേക്ക് കയറാൻ വേണ്ടി നോക്കുക കേട്ടോ. ഈ സമയത്ത് ബാൽക്കണിയിൽ നിന്ന് തന്നെ ഇതെല്ലാം വൈദേഹി കാണുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ മല്ലിക ചൂടായിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യം വൈദേഹിക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ വൈദേഹി ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ. മല്ലിക എന്തോ ഒരു പ്രശ്നത്തെ ഒരു ദേഷ്യം പിടിച്ചിട്ട് തന്നെയാണ് മല്ലിക വരുന്നത് എന്നുള്ള ആ ഒരു കാര്യം വൈദേഹിക്ക് മനസ്സിലാവുകയാണ്. അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ മല്ലിക കാർത്തികും സുന്ദരിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു എന്നുള്ള വിവരം വൈഗയെ അറിയിക്കാം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് വരുന്നത്. പക്ഷേ വൈഗ എല്ലാ സത്യവും അറിഞ്ഞ വിവരമൊന്നും മല്ലികക്ക് അറിയില്ല. പക്ഷേ ദേഷ്യത്തോടു കൂടി കയറി ചെന്ന മല്ലിക കുഞ്ഞിനെ കാണുമ്പോൾ മല്ലികയുടെ ആ ഒരു ദേഷ്യമൊക്കെ അങ്ങ് മാറുകയാണ് കേട്ടോ. പക്ഷേ വൈഗയോട് ഒന്നും തന്നെ പറയാതെ കുഞ്ഞിനെ അങ്ങ് ലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. അപ്പോൾ വൈദേഹി തന്നെ അങ്ങ് അത്ഭുതപ്പെടാൻ കേട്ടോ മല്ലികയുടെ ഈ ഒരു സ്നേഹം കാണുമ്പോൾ. പിന്നീട് വൈദേഹി തന്നെയാണ് കേട്ടോ മല്ലികയോട് ഇക്കാര്യം വൈഗ എല്ലാ സത്യവും അറിഞ്ഞു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്.